നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണേ എന്നെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് ഓഫ് മെക്കാനിക്സ്, അപ്പോൾ അതാണ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൈബ്രേഷൻ്റെ അകത്ത് അതിന് ഒരു മീൻ പൊസിഷനിലോട്ട് വരാൻ വേണ്ടി അതിനൊരു എപ്പോഴും നമ്മളിപ്പോൾ ഒരു മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ നിൽക്കാനാണ് എല്ലാ ഒബ്ജക്റ്റിനും എന്താണ് ഒരു ടെൻഡൻസി. അപ്പോൾ അതിന്റെ മീൻ പൊസിഷനിലോട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വരാൻ വേണ്ടി അതിനൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് 2 ടൈപ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ. പിന്നെ ഒന്ന് എന്താണ് പറഞ്ഞോ, ഒന്നെന്തായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒന്ന് എലാസ്റ്റിക് ഫോഴ്സും. രണ്ട് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കാര്യം പറഞ്ഞു, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ തിയറി ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കുക. തിയറി എങ്ങനെയാണ് ചോദിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. 3 മാർക്കിന്റെ തിയറി ഉണ്ട്, 3 മാർക്കിന് ചിലപ്പോൾ തിയറി ചോദിക്കാം. അതുകൊണ്ട് എങ്ങനെയാ ചോദിക്കാൻ പറയാൻ പറ്റത്തില്ല. ഇനി 14 മാർക്കിനായാലും ചിലപ്പോൾ 5 മാർക്കിന് തിയറി ചോദിച്ചെന്ന് വരാം. ഓക്കെ, അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അതുകൊണ്ടാണ് തിയറിയും ഒരു പിന്നെ ഡെറിവേഷന് ഞാൻ വിടാത്തത്. അതുകൊണ്ടാണ് എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം, എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ. അപ്പൊ ഇച്ചിരി സ്പീഡിൽ പോവും, നമുക്ക് തീർക്കണം. ജൂൺ 30-ന് മുമ്പേ എന്തായാലും ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് തീർത്തു പോകാൻ ഇച്ചിരി സ്പീഡിൽ പോവും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇടയ്ക്കൊന്ന് പറയണേ, കട്ടാവുന്ന എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഇതിന്റെ അകത്ത് നമുക്ക് ഒത്തിരി തല പുകയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് ഇനേർഷ്യൽ എലമെന്റ്, കോംപ്ലിയൻസ് എലമെന്റ് ആൻഡ് ഡാമ്പിംഗ് എലമെന്റ്. ഇനേർഷ്യൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ ഒബ്ജക്റ്റ് ട്രാൻസ്ലേഷൻ മോഷൻ ആവുന്നത് അപ്പോൾ ഉണ്ടാവുന്ന വൈബ്രേഷണൽ എലമെന്റ്സ് ആണ് എന്താണ് ഇനേർഷ്യൽ എലമെന്റ്. അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവുന്നത് അപ്പോ അത് എലമെന്റ്, അതില് നമുക്ക് ഒരു എലമെന്റ്സ് കാണും. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു വൈബ്രേഷന് കാരണമാകുന്ന എലമെന്റ് അല്ലെ. അപ്പൊ ഇവിടെ മാസ് ആണെങ്കിൽ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. അപ്പോ ഈ ട്രാൻസ്ലേഷൻ വൈബ്രേഷനിൽ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ F=ma. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എലമെന്റിൽ വരുമ്പോഴാണ് നമ്മൾ ടോർക്ക് ഉപയോഗിക്കുന്നത്. T=I∝ ഉപയോഗിക്കുക. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ. അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല, ഒത്തിരി തലവാൻ ആലോചിക്കേണ്ട, നമ്മൾ വരുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട്. കോംപ്ലിയൻസ് എലമെന്റ് എന്ന് പറഞ്ഞാല് എലമെന്റ് മസ്റ്റ് റിട്ടേൺ ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ വെൻ അപ്ലൈഡ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. അപ്ലൈഡ് ഫോഴ്സ് എപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ വരണം. അതിന് 2 തരമുണ്ട്. ട്രാൻസ്ലേഷൻ വൈബ്രേഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് റൊട്ടേഷൻ വൈബ്രേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന F=KS, M=K⁻. ഇത് നമ്മൾ പഠിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല, അത് നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് അടുത്തയാണ് ഡാമ്പിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ വൈബ്രേഷൻ മോഷൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. എപ്പോഴാണോ വൈബ്രേഷൻ മോഷൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്, റെസിസ്റ്റൻസ് ടു വൈബ്രേഷൻ, ദാറ്റ് ഈസ് ഡാമ്പിംഗ്. അത് ഓർത്ത് വെച്ചോണം. അതിന്റെ ആ ഡാമ്പിംഗ് ഉണ്ടാകുമ്പോൾ മാസും എലാസ്റ്റിസിറ്റിയും നമ്മൾ 0 ആയിട്ട് എടുക്കും. അതിന്റെ ഇക്വേഷൻ ആണ് F=CV. അതും നമ്മളിപ്പോൾ പഠിക്കാൻ പോവാ ഇക്വേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഡാമ്പിങ്ങിന്റെ റൊട്ടേഷൻ മോഷൻ C⍵ കേട്ടോ. നമ്മളിപ്പോ അതായത് ഡിറൈവ് ചെയ്യാൻ പോവാം, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന 3 ക്ലാസിഫിക്കേഷൻ: ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേർസ്, ടോർഷണൽ വൈബ്രേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ the particles of the discus of a shaft undergoes to and from motion parallel to the axis of the shaft. അപ്പോൾ അതിന്റെ തിക്ക് കാണുമ്പോൾ, നമ്മൾ അതിന്റെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടല്ലോ, ഇതൊരു ഡിസ്ക് ആണ്, ഇതൊരു ഷാഫ്റ്റ് ആണ്. ആ ഡിസ്ക് ഒരു എലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെച്ചാൽ ഈ ഡിസ്ക് ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാണ്. പക്ഷെ ഈ ഡിസ്ക് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? It's along the axis. ആക്സിസിന് അലോങ് ആയിട്ടാണ്, ഈ ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഡിസ്ക് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിന് പാരലായി, ഈ ഡിസ്കിന്റെ ആക്സിസിന് പാരലായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നു കേട്ടോ. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇതിന്റെ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതിനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ വൈബ്രേഷൻ എന്ന് പറയാം. ഓക്കെ, ആ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് ഈ ആക്സിസിന് പാരലായിട്ടാണ് ഉണ്ടാകുന്നത്.
അതുകൊണ്ട് നമ്മൾ ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയും. അതിന് ഈ ഡിസ്കിന് ഒരു ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പുള്ള് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് അല്ലെങ്കിൽ പുള്ള് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പുഷ് ചെയ്യുന്ന ഫോഴ്സിനെയാണ്, പുഷ് ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സിനെ, സ്ട്രെസ്സിനെയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പുള്ളിങ്ങും ഉണ്ട് പുഷിങ്ങും ഉണ്ട്. അപ്പൊ രണ്ട് തരം സ്ട്രെസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതൊക്കെ തിയറിയാണ്, ഓർത്ത് വെക്കുക. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതൊരു ഇതിന്റെ മീൻ പൊസിഷൻ ആണ്. ഈ മീൻ പൊസിഷനിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. പക്ഷെ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതായത് ഇത് ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. അതിനെയാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. When the particles of this more approximately perpendicular to the axis of the shaft, ഈ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ട്രാൻസ്വേഴ്സ് ആൻഡ് കംപ്രസീവ് സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. അതായത് നോക്കിക്കേ, ഈ ഒരു പാർട്ടില് എന്താ എലോങ്ങേറ്റീവ് അല്ലേ? ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് കംപ്രസീവ് അല്ലേ? അതായത് ഈ ഒരു പാർട്ട് ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ പാർട്ടിൽ എന്താണ്? എലോങ്ങേറ്റീവ് അല്ലെ? എലോങ്ങേറ്റീവ്. ഇതെന്ന് പറയുന്ന കംപ്രസീവ്, അതായത് കംപ്രസീവ് സ്ട്രെസ്. ഇപ്പം ടെൻസൈൽ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് പുള്ള് ചെയ്യുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടെൻസൈൽ എന്ന് പറഞ്ഞാൽ പുള്ളിങ് ഫോഴ്സ്. അത് നിങ്ങൾ ടെൻസൈൽ പുൾ, കംപ്രസ് എന്നാണ് പുഷ്. അത് നിങ്ങളെ മനസ്സിൽ ആലോചിക്കണം. കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ഒരു റബ്ബർ ബാൻഡ് പുള്ള് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച്, അതിന്റെ ലെങ്ത് കൂടുവാണോ? ആണ്. നമ്മൾ പുള്ളിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ലെങ്ത് കൂടുകയാണ് അല്ലെ? ലെങ്ത് കൂടുകയാണ്, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുകയാണ്. ലെങ്ത് കൂടുകയാണ്, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുകയാണ്. അതാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ടെൻസൈൽ സ്ട്രെസ് കൊടുത്താൽ അതിന്റെ ലെങ്ത് കൂടും, ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. അപ്പൊ ഇവിടെ എന്താ? അതാണ് ഇത് നോക്കി, ഇവിടെ ഈ ലെങ്ത് കൂടുകയാണ് അല്ലെ? ലെങ്ത് ഒരു എലോങ്ങേറ്റ് ചെയ്യുക, പാർട്ടിക്കിൾ ഇവിടുത്തെ പാർട്ടിക്കിൾ എലോങ്ങേറ്റ് ചെയ്യാണ്. അതേപോലെ അവിടുത്തെ പാർട്ടിക്കിളിന്റെ ഏരിയ, അവിടെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ എലോങ്ങേഷൻ സംഭവിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ടെൻസൈൽ സ്ട്രെസ് ആണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അവിടെ പാർട്ടിക്കിളിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ഇവിടുത്തെ പാർട്ടിക്കിൾസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ പാർട്ടിക്കിളില് ഇവിടെ എന്താ? ഇവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് ആണ്. അവിടെ എന്താ? ഏരിയ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാ നോക്കിക്കേ, അതിന്റെ ലെങ്ത് കുറയാണ്, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടും. നമ്മളൊരു സംഭവം, ചപ്പാത്തി മാവ് മറ്റേ നമ്മള് ഇതിനെ ഒരു ഉരുളയൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് കംപ്രസ് ചെയ്ത് നോക്കിക്കേ. കംപ്രസ് ചെയ്താൽ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുമല്ലേ? മനസ്സിലായോ? അപ്പൊ ലെങ്ത് കുറയാണ്, ക്രോസ് സെക്ഷൻ ഏരിയ കൂടുകയാണ്. അപ്പൊ അവിടെ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പൊ ഒന്നുമില്ല, ഇത്രയും നമ്മൾ ബെൻഡിങ്, അവിടെ ഒരു ബെൻഡിങ് ഒക്കർ ചെയ്യുന്നുണ്ട് കണ്ടോ? ഇവിടെ ഒരു ബെൻഡിങ് ഒക്കർ ചെയ്യുന്നുണ്ട്, അവിടെ സ്ട്രെസ്സും ഉണ്ടാവുന്നുണ്ട്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതലൊന്നും അതിൻ്റെ അകത്ത് തലപോയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തതാണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഡിസ്ക് എന്ത് ചെയ്യും? റൊട്ടേറ്റിംഗ്, മൂവിങ് അലോങ് ദ സർക്കുലർ ആർക്ക് അബൌട്ട് ആക്സിസ് ഓഫ് ദ സ്റ്റാർ. എന്താണ് ടോർഷണൽ വൈബ്രേഷൻ? അവിടെ ട്വിസ്റ്റിംഗ് ആണ് സംഭവിക്കുന്നത് കേട്ടോ. ട്വിസ്റ്റിംഗ് ആണ് സംഭവിക്കുന്നത്. അവിടെ പാർട്ടിക്കിൾസ് ട്വിസ്റ്റിംഗ് ആണ്. ഇവിടെ കംപ്രസീവ് സ്ട്രെസ്സും അല്ല, ട്വിസ്റ്റിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ട്വിസ്റ്റിംഗ്. ഇവിടെ ഒരു ഷിയർ സ്ട്രെസ് ആണ് സംഭവം. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഈ ഒരു ആക്സിസിന് എബോട്ട് ആയിട്ട് ടോർഷണൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഷിയർ സ്ട്രെസ്. അപ്പോൾ അവിടെ കംപ്രസീവ് സ്ട്രെസ്സും അല്ല, ടെൻസൈൽ സ്ട്രെസ്സും അല്ല, ഒരു ഷിയറിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. അതാണ് ട്വിസ്റ്റിംഗ് ഡ്യൂ ടു ഷിയറിംഗ്. ഷിയറിംഗ് സ്ട്രെസ് ഡ്യൂ ടു ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ രണ്ട് തരം വൈബ്രേഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ വൈബ്രേഷൻസും ഉണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻസും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള വൈബ്രേഷൻസ് തന്നെ ഞാൻ പറയാം. ഇവിടെ ഫ്രീ വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒന്നുമില്ല. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് പീരിയോഡിക് മോഷൻ കണ്ടിന്യൂസ് ആഫ്റ്റർ ദ കോസ് ഓഫ് ഒറിജിനൽ ഡിസ്റ്റർബിംഗ് ഫോഴ്സ്. അതായത് ഒരു പെൻഡുലം
അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക്. നമ്മൾ ആദ്യം എന്താ ട്യൂണിംഗ് ഫോർക്ക് ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുക്കും അല്ലെ. ഒരു പെൻഡുലത്തിന് എന്താ നമ്മളൊരു ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യും, അതൊരു ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പിന്നെ ഒന്നും കൊടുക്കുന്നില്ല, പിന്നെ നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല, അത് എന്താ ഓസിലേറ്റ് ചെയ്ത് എന്താ ഒരു ഡിസ്പ്ലേസ് ചെയ്ത് എന്താ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, അതിന്റെ മെയിൻ പൊസിഷനിൽ വന്ന് നിൽക്കുക അല്ലെ. അതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതിനെ അല്ല, നമ്മളൊരു ഇനീഷ്യൽ ഫോഴ്സ് കൊടുത്ത്, ട്യൂണിംഗ് ഫോർക്കിന് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു അല്ലെ, എന്നിട്ട് നമ്മൾ അത് എന്താ വൈബ്രേറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ ഒന്നും കൊടുക്കണം, നമ്മൾ പിന്നെ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, അതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഫ്രീ ആയിട്ട് കിടന്ന് വൈബ്രേറ്റ് ചെയ്യത്തില്ല. നമുക്ക് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. പക്ഷെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ദ ഫ്രീ വൈബ്രേഷൻ, ഇനീഷ്യൽ ഫോഴ്സ്. അതിന് എക്സാമ്പിൾ ട്യൂണിംഗ് ഫോർക്കും ഓസിലേഷൻ ഓഫ് പെൻഡുലം ആണ് ഇനീഷ്യൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഇനി ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻച്വലി സ്റ്റോപ്പ് ഡ്യൂ ടു ലോസ് ഓഫ് എനർജി ഫ്രം ദ സിസ്റ്റം. കണ്ടോ, നമ്മളൊരു ലോസ് ഓഫ് എനർജി, നമ്മളൊരു ഊഞ്ഞാലാട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഒരു ഫോഴ്സ് കൊടുക്കുന്നു, പിന്നെ നമ്മൾ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുന്നതിന് മുമ്പേ പിന്നെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അത് ഫ്രീ വൈബ്രേഷൻ അല്ല, എക്സാമ്പിൾ അല്ല. എക്സാമ്പിൾ ജനറൽ ആയിട്ട് പറയുകയാണെ, ഊഞ്ഞാലൊന്നും പറയരുത്. അപ്പോ പക്ഷെ ഒരു പെൻഡുലത്തിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നു, പിന്നെ അത് ജസ്റ്റ് വന്നിട്ട് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്നു, അത് ഫ്രീ വൈബ്രേഷൻ. ഓക്കെ, അത് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇവൻച്വലി സ്റ്റോപ്പ്, അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ വരും എപ്പോ, അതിന്റെ എനർജി ലോസ് ചെയ്യുമ്പോൾ. മനസ്സിലായി, അത് ഫ്രീ വൈബ്രേഷൻ. പോസ്റ്റ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജസ്റ്റ് ഒരു പീരിയോഡിക് ഡിസ്റ്റർബിങ് ഫോഴ്സ് കൊടുത്തോണ്ടേ ഇരിക്കും അതിന്. ഇപ്പൊ നമ്മൾ വണ്ടി പോകുമ്പോൾ ഇത് വൈബ്രേറ്റ്, നമ്മുടെ ബോഡി ഓഫ് ബസ് അല്ലെ മോട്ടോർ സൈക്കിൾ വൈബ്രേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും, ബുള്ളറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും അല്ലെ. ഇപ്പോഴത്തെ കാറിലൊന്നും വൈബ്രേറ്റ് ചെയ്യത്തില്ല. അതേപോലെ ബസ്സിൽ പോകുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ഫോഴ്സ്, അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോണ്ട് അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്, അവിടെ ഡിസ്റ്റർബിങ് ഫോഴ്സ് കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ എന്താ, ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പോകുമ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കും നമ്മൾ അല്ലെ, മോട്ടോർ സൈക്കിൾ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതെന്താ, ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. മനസ്സിലായോ? Periodically we are giving the disturbing force on that system which undergoes vibration. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ അതാണ് ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും. സംഭവം സിമ്പിൾ ആണ്. അത് നമ്മൾ തിയറിക്ക് വേണ്ടി ഞാൻ ഈ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ എക്സാമ്പിൾ സഹിതം അങ്ങ് പറഞ്ഞുതരാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, ഇപ്പോ അനഘ വീട്ടിൽ നിന്ന് അമ്മ പറയണം വീട്ടിൽ പോയി കടയിൽ പോയിട്ട് നേരെ വീട്ടിൽ വരണം. അപ്പൊ അവിടെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? കടയിൽ പോവുക, തിരിച്ച് വീട്ടിൽ വരിക അല്ലെ. അവിടെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളൂ. അനഘയുടെ അമ്മ കൊടുക്കുന്ന ഫ്രീഡം എത്ര? 2 ഡിഗ്രി. 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. വീട്ടിൽ അല്ല കടയിൽ പോവാ, തിരിച്ച് വീട്ടിൽ വരാം. അതായത് കൂട്ടുകാരുടെ വീട്ടിൽ പോരുതെന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നത് എന്താ, ഒരു കൺസ്ട്രെയിന്റ് ആണ് അല്ലെ, അവിടെ ഒരു തടസ്സമാണ്. അപ്പൊ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനെ, ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനെ നമ്മൾ എത്ര കോർഡിനേറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര കോർഡിനേറ്റ് വെച്ചിട്ട് റെഫർ ചെയ്യുന്നു, അതാണ്. അതായത് ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം ഈസ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദ സിസ്റ്റം. അപ്പൊ ഒരു സ്പേഷ്യൽ കോർഡിനേറ്റിൽ എത്ര ഡിഗ്രി വെച്ചിട്ടാണ്, എത്ര ഫ്രീഡം അല്ലെ എത്ര സ്പേഷ്യൽ കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ അതായത് പൊസിഷൻ. അതായത് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ്ടേ, ഇവിടെ ഒരു ഫാൻ ഇരിക്കുക, എനിക്ക് ഒരു ഫാൻ വേണം. ഈ ഫാൻ ഇവിടെ തൂക്കണമെങ്കിൽ ഇതിന്റെ പൊസിഷൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് അറിയണം, ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് അറിയണം, ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് അറിയണം. കണ്ടോ? ഈ ഒരു ഫാനിന്റെ പൊസിഷൻ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഫാനിന്റെ പൊസിഷൻ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും സംഭവങ്ങൾ അറിയണം അല്ലേ, ഇത്രയും എന്താ പറയാ ഡിസ്റ്റൻസ് അറിയണം. അതായത് ഇത്രയും ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ ഇപ്പൊ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം? 3 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെ. അതായത് ഞാൻ ഒരു സംഭവത്തിന്റെ പൊസിഷൻ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ
എത്ര കോർഡിനേറ്റ് അവിടെ റിക്വയർമെന്റ് എത്ര കോർഡിനേറ്റ് നമുക്ക് വേണം ഏതാണ് അല്ലെ? ആ പൊസിഷൻ അറിയണമെങ്കിൽ, ആ ഫാനിന്റെ പൊസിഷൻ അറിയണമെങ്കിൽ എക്സ് കോർഡിനേറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം, വൈ കോർഡിനേറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം, ഇസഡ് കോർഡിനേറ്റിനുള്ള ഡിസ്റ്റൻസ് വേണം. അപ്പൊ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് ഇവിടെ? എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 3 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെ? എക്സ് കോർഡിനേറ്റിലെ ഡിസ്റ്റൻസ് അറിഞ്ഞു, വൈ കോർഡിനേറ്റിലെ, ഇസഡ് കോർഡിനേറ്റിലെ. അപ്പൊ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ഉണ്ട് അല്ലെ? അതാ പറയുന്നത് the degree of freedom of a physical system is a number of independent spatial coordinate required to define the configuration of a system. അതായത് ഒരു സിസ്റ്റത്തിന്റെ പൊസിഷൻ അറിയണമെങ്കിൽ എത്ര ഇൻഡിപെൻഡന്റ് സ്പേഷ്യൽ കോർഡിനേറ്റ് വേണം, എത്ര കോർഡിനേറ്റ്സ് വേണം. അതായത് ഒരു റിജിഡ് ബോഡി സ്പേസിൽ ഇരിക്കണമെങ്കിൽ അതിനെ നമുക്ക് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന 6 ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് SDF എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാല് XYZ 3 കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ. റെക്റ്റിലീനിയർ പൊസിഷൻ, സ്ട്രേറ്റ് പൊസിഷൻ, റെക്റ്റിലീനിയർ പൊസിഷനെ ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലെ? XYZ. ഇനി അപ്പൊ 3 എണ്ണേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞു. 6 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ ഇത് നോക്കിക്കേ, അടുത്ത 3 പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആംഗുലാർ പൊസിഷൻ. ആംഗുലാർ പൊസിഷൻ പറഞ്ഞാൽ θx, θy, θz. അപ്പോ നമ്മൾ ഒരു പൊസിഷനിൽ സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ XYZ വെച്ചിട്ട് നമുക്ക് അതിന്റെ പൊസിഷൻ മനസ്സിലാക്കാം. അതേപോലെ അതിന്റെ 3 ആംഗുലാർ പൊസിഷൻ വെച്ചിട്ടും ആംഗുലാർ പാരാമീറ്റർ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ 6 എണ്ണം വെച്ചിട്ട് നമുക്ക് 6 എന്താ പറയാ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമുക്ക് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു റിജിഡ് ബോഡി സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് എന്ത് ചെയ്യാം? അതിന്റെ പൊസിഷൻ ഒന്നുമില്ല, ഒരു സംഭവം സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ എത്ര പാരാമീറ്റേഴ്സ് വേണം? 2 പാരാമീറ്റർ ഉണ്ടെങ്കിൽ, അതായത് എക്സും വൈയും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുവാണെങ്കിൽ അതിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചു പറയും. എക്സും വൈ ഇസഡും ആക്സിസ് ഉണ്ടെങ്കിൽ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. എക്സ് വൈ ഇസഡ് തീറ്റ എക്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. എക്സ് വൈ ഇസഡ് തീറ്റ എക്സ് തീറ്റ വൈ ഉണ്ടെങ്കിൽ അതിനെ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അടുത്തത് നമ്മൾ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട്, അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 തരം ഉണ്ട്. സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മൾ ഇവിടെ പഠിക്കുന്ന സംഭവം. ഓക്കെ, അത് ഞാനിപ്പോ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്താണ്. അപ്പോ ഇവിടെ വൈബ്രേഷന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വൈബ്രേഷന്റെ കേസ് പറയുകയാണെങ്കിൽ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ ഒരു സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു സ്പ്രിങ്, ഇതൊരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ്ങിന്റെ താഴെ ഒരു മാസ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല ഇതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന്. ഇതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോ ഈ മാസിന്റെ പൊസിഷൻ പറയാം. അതാണ് മാസ് അറ്റാച്ച്ഡ് ടു സ്പ്രിങ് വിൽ മൂവ് ഇൻ ദ വെർട്ടിക്കൽ ഡിറക്ഷൻ, hence only one coordinate required, so it is called a single. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതിന്റെ പൊസിഷൻ, നമ്മൾ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കേട്ടോ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണ്ടത് ഇതിന്റെ മാസിന്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണ്ടത്. അപ്പോ ഇവിടെ മാസ് താണ്ട ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ എന്ത് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ എക്സ് മാത്രം മതി. എക്സ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്താ അതിനെ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. വേറെ ഒരു പൊസിഷൻ, ഒരു ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ അതിനെന്താ ഒരു കോർഡിനേറ്റാ, ഒറ്റ കോർഡിനേറ്റ് മതി ഇതിന്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല.
ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ മൂവ്മെന്റ്. അത് ഒരു കോർഡിനേറ്റ് മാത്രം മതി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാം. അതിനെ നമ്മൾ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, പെൻഡുലം ഇവിടെ ഒരു മാസം ഉണ്ട്, ഇത് താണ്ട ഇങ്ങോട്ടേ മൂവ്മെന്റ് ഉള്ളൂ. അപ്പൊ തീറ്റ മാത്രമേ ഉള്ളൂ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓൺലി വൺ കോർഡിനേറ്റ് തീറ്റ റിക്വയർഡ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. ആ ഒരു തീറ്റ കോർഡിനേറ്റ് മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാസ് എവിടെ ഇരിക്കുകയാണ്, എവിടാണ് അതിന്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കാൻ. ഇവിടെ ഇങ്ങോട്ട് മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇങ്ങോട്ട് മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. ഈ ഒരു മൂവ്മെന്റിൽ മാത്രം. ഇങ്ങോട്ട് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എക്സും കൂടെ വന്നേനെ. അപ്പൊ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇങ്ങോട്ട് മൂവ്മെന്റ് തീറ്റ വൈ എന്ന് വിചാരിച്ചോ, അപ്പൊ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മേളോട്ടും കൂടെ ഉണ്ട്, അപ്പൊ വൈ വന്നു, അവിടെ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മനസ്സിലായോ? പക്ഷെ ഇവിടെ എന്താ, ഇവിടുത്തെ പൊസിഷൻ ഈ ഒരു പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാം. അല്ലെ, ഈ പെൻഡിൽ ഇവിടെ വന്ന് നിൽക്കുന്നു. ഈ പൊസിഷൻ എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് തീറ്റ മാത്രം, ഈ പാരാമീറ്റർ മാത്രം നോക്കിയാൽ മതി, ഈ ഒരു കോർഡിനേറ്റ് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ അതിനെ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഈ ഒരു മാസ് ഇങ്ങോട്ട്, ഈ ഒരു മാസ് നമ്മൾ ഒരു മാസ് കൊടുക്കുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് വൈ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, ഈ വൈ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് തീറ്റ. അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഈ ഒരു സ്പ്രിങ്ങിന്റെ മൂവ്മെന്റ് ഇങ്ങനെ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇവിടെ ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. പക്ഷെ ഈ തീറ്റയും ഈ എക്സ് എന്ന് പറയുന്നത് വൈക്ക് ഫംഗ്ഷൻ അല്ലെ, വൈയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആണോ? വൈയെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഈ എക്സ് മൂവ് ചെയ്യുന്നത്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. വൈയെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ പുള്ളിയുടെ മൂവ്മെന്റ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളൂ. കാരണം എന്താ? എക്സ് ആൻഡ് തീറ്റ ഈസ് ഫംഗ്ഷൻ ഓഫ് വൈ. വൈയെ ഡിപ്പെൻഡ് ചെയ്താണ് എക്സും തീറ്റയും ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡമേ ഉള്ളൂ. അത് ഇപ്പൊ എക്സ് കണ്ട് ഇവിടെ ഒരു തീറ്റ ഉണ്ട്, അതുകൊണ്ട് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല. കാരണം എന്താ? ഇവിടെ ഈ മാസിന്റെ താഴോട്ടുള്ള വെയിറ്റ് പോലെ ഇരിക്കും ഈ പുള്ളിയുടെ മൂവ്മെന്റ്, ഈ എക്സിന്റെ മൂവ്മെന്റ്. അതുകൊണ്ടാണ് ഇവിടെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. കാരണം എക്സ് ആൻഡ് തീറ്റ ആർ ദ ഫങ്ഷൻസ് ഓഫ് വൈ. അതുകൊണ്ടാണ് ഇവിടെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം വന്നത്. ഓക്കെ, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. എന്താണ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം? നോക്കിക്കോ, ഇവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നോക്കിക്കോണേ. ഇവിടെ ഒരു സ്പ്രിങ്ങിന്റെ മൂവ്മെന്റ് x1, മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, x1 ഡിസ്പ്ലേസ് ചെയ്തു, അങ്ങനെ വിചാരിച്ചാൽ മതി. അടുത്ത ഈ ഒരു m1 കൊടുത്തിട്ടാണ് x1 ഡിസ്പ്ലേസ് ചെയ്തത്. മനസ്സിലായോ? ഇനി m2 മാസ് ഡിസ്പ്ലേസ് ചെയ്യാൻ, ഇത് സ്പ്രിംഗ് ആണ് സംഭവം. m2 മാസ് ഇടുമ്പോ x2 ഡിസ്പ്ലേസ് ആവുമല്ലോ, x2 ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുമല്ലോ. അപ്പൊ ഇവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നു. കാരണം എന്താ? m1ഉം m2 എന്നുള്ള 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാസ് കൊടുത്തിട്ടാണ് 2 ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടായത്. ഇവിടെ നോക്കിക്കേ, മുമ്പേ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മാസ് എനിക്ക്, ഇവിടെ നോക്കിക്കേ, ഈ ഒരു പൊസിഷൻ എനിക്ക് വേണമെങ്കിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരണം. കാരണം ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. 2 ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്, തീറ്റയും എക്സും. അവിടെ 2 എനിക്ക് ഈ പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. കാരണം ഇതാണ്ട് അവിടെ പെൻഡുലം ആയിരുന്നു, ഇവിടെ കാണിച്ചത് ഞാൻ പെൻഡുലം. ഈ പെൻഡുലത്തിന് ഇവിടെ ഇങ്ങോട്ടൊരു മൂവ്മെന്റ് ഇല്ല. ഉണ്ടോ? അവിടെ ഇവിടെ സ്പ്രിംഗ് ആയിരുന്നെങ്കിൽ എന്താ, ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കില്ലേ? അപ്പൊ എന്താ, 2 ഡിസ്പ്ലേസ്മെന്റ്, 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുവോ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്താ കേൾക്കുന്നുണ്ടോ? അവിടെ ഒരു സ്പ്രിംഗ് അറ്റാച്ച് ചെയ്തായിരുന്നെങ്കിൽ 2 ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ 2 കോർഡിനേറ്റ് വേണം കേട്ടോ. അപ്പൊ 2 പാരാമീറ്റർ വേണം, കോർഡിനേറ്റ് എന്ന് പറയേണ്ട 2 പാരാമീറ്റർ വേണം. പക്ഷെ ഇവിടെ
ഇവിടെ ഒരു മാസ് ഇടുമ്പോൾ ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇനി ഇതാണ്ട് ഇതിങ്ങോട്ട് റേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീറ്റ ആംഗിളും വരും. അപ്പൊ 2 പാരാമീറ്റർ വന്നു ഇവിടെ അതിനെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ. അതുകൊണ്ട് ഇതിനെ 2 degrees of freedom എന്ന് പറയും. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായല്ലോ? അപ്പോ അതാണ് സംഭവം. ഓക്കെ ഓക്കെ ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ ശരി. അപ്പോ ഈ ഒരു സംഭവം 2 സംഭവങ്ങൾ കേട്ടോ. അപ്പോ അടുത്തത് അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം. അതായത് അൺഡാംഡ് ഡാംഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. വൈബ്രേഷൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അൺഡാംഡ് എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ എന്നില്ല, റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ അതൊരു ഫ്രീ വൈബ്രേഷൻ ആണ്. ഓക്കെ, അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം. സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. എന്താ സ്പ്രിംഗ് മാസ് സിസ്റ്റം? സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ആൻഡ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് subjected to a force along the axis of the spring is called spring mass system. അതായത് ഒരു സ്പ്രിങ്ങില് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ മാസ് അറ്റാച്ച് ചെയ്തത് മാത്രമല്ല, സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് അലോങ് ദ ആക്സിസ് ഓഫ് സ്പ്രിംഗ്. ഇവിടെ ഒരു ഫോഴ്സും കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? W=mg ആയിരിക്കും കേട്ടോ. ആ ഒരു ഫോഴ്സും ഇതിന് എലോങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് വെയിറ്റ് കൊണ്ടുള്ള ഒരു ഫോഴ്സും കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വെയിറ്റ് കൊണ്ടുള്ള ഒരു ഫോഴ്സും അവിടെ ഉണ്ട്. ഒരു മാസ് ഒരു സ്പ്രിംഗിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെയല്ല സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഒരു വെയിറ്റ് കൊണ്ടുള്ള ഒരു ഫോഴ്സും കൊടുക്കുന്നുണ്ട്. അതിനെയാണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഒരു മാസിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ മാസ് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചേക്കണേ, മാസ് കൊണ്ട് ഒരു ഫോഴ്സ് താഴോട്ടുണ്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഈ മാസ് ഒരു മാസ് അല്ലെങ്കിൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഇവിടെ വരെ ആയിരിക്കും. ഒരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്താ? ഈ സ്പ്രിങ് ഇങ്ങനെ 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 എലോങ് ആയിട്ട് ചെയ്തു പോകും അല്ലേ? അപ്പോ അവിടെ എന്താ? വെയിറ്റ് കൊണ്ടുള്ള ഒരു ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ ഫോഴ്സ് കൊണ്ടുള്ള വെയിറ്റ് ആക്ട് ചെയ്യുന്ന മാത്രമല്ല, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ മാസ്, ഈ സ്പ്രിംഗ് എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, when a spring is compressed or elongated, the spring opposes the applied force. This opposing force is called spring force. Spring force F is proportional to the displacement of spring X. ഒന്നുമില്ല, ഈ സ്പ്രിങ്ങില് ഒരു മാസ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? കംപ്രസ് ആവും, എലോങ്ങേറ്റ് ആവും അല്ലെ? ഞാനൊരു മാസ് ഇട്ടെന്ന് വിചാരിക്കാം. ഇതിവിടെ ഒരു മാസ് ഇട്ടു, ഇത് എലോങ്ങേറ്റ് ആയില്ലേ? ഇനി എന്താ? ഒരു ഫോഴ്സ് കൊടുക്കുമ്പോ എന്താ? എലോങ്ങേറ്റ് ആവും, കംപ്രസ് ആവത്തില്ലേ സ്പ്രിങ്? നമ്മൾ ഒരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കെ, കംപ്രസ് ആവും, എലോങ്ങേറ്റ് ആവും അല്ലെ? ഇനി ഈ കംപ്രസ് ആവുമ്പോ, എലോങ്ങേറ്റ് ചെയ്യുമ്പോ, അതായത് താഴോട്ടൊരു ഫോഴ്സ് എന്തായാലും കൊടുക്കും. ദാറ്റ് ഈസ് W അല്ലെ? വെയിറ്റ് കൊണ്ടുള്ള ഒരു ഫോഴ്സ്. അതിന് ഒരു ഒപ്പോസിങ് ഫോഴ്സ് കാണും മേളോട്ട്. ഒരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോ ഈ സ്പ്രിങ് എന്താ? കംപ്രസ് ആവും, ഇങ്ങോട്ട് എലോങ്ങേറ്റ് ആവും, അങ്ങോട്ട് കംപ്രസ് ആവും. അപ്പോ ഒരു ഒപ്പോസിങ് ഫോഴ്സ് കാണും. ഒപ്പോസിങ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. ആ ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? when a spring is compressed or elongated, spring opposes the applied force. ഒരു applied forceന് ഒരു opposing force കാണും. ഈ opposing forceനെയാണ് നമ്മൾ അതിന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. കേട്ടോ? ആ opposing force എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേലോട്ടായിരിക്കാം. കേട്ടോ? ആ മാസ് കൊടുക്കുമ്പോൾ ഒരു opposing force അങ്ങോട്ട് കാണും. ഇനി സ്പ്രിംഗ് ഫോഴ്സ് F. അപ്പൊ ഈ ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സ് F എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഡിസ്പ്ലേസ്മെന്റിനെയാണ് എക്സ് എന്ന് പറയുന്നത്. കേട്ടോ? ഈ ഡിസ്പ്ലേസ്മെന്റിനെയാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ഒരു സ്പ്രിങ്ങില് ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാസും കൂടെ കൊടുക്കുന്നുണ്ട്. ആ മാസ് കൊടുക്കുമ്പോ എന്താ? ഒരു കംപ്രസ് ചെയ്യാതെ എലോങ്ങേറ്റ് ചെയ്യും. ആ കംപ്രസ് ചെയ്യുമ്പോ എലോങ്ങേറ്റ് ആവുമ്പോ ഒരു opposing ഫോഴ്സും കൂടെ ആ സ്പ്രിങ്ങില് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ആ opposing force is directly proportional to displacement from its mean position. അതിനെയാണ് ആ എഫിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ദിസ് സ്പ്രിംഗ് ഫോഴ്സ് is directly proportional to x. F is equal constant of proportion. പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻഡു ചെയ്യുന്നു. അതിനെ നമ്മൾ K എന്ന് പറയുന്ന ആ K നമ്മൾ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. കേട്ടോ? F is equal to K into X. K into X. ആ K ആണ് നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ആ സ്പ്രിംഗ് K is equal to F by X ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കുക. സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് is equal to F by X. അതായത് ശ്രദ്ധിച്ചിരുന്നോ? K എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്പ്രിംഗ് ഹാസ് ഡിഫറെന്റ് സ്റ്റിഫ്നെസ്. അതായത് എക്സ് ഡിസ്പ്ലേസ്മെന്റ് കുറവാണെങ്കിൽ, ഒരു മാസ് ഇടുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കുറവാണെങ്കിൽ ആ സ്പ്രിങ്ങിന് സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. അപ്പോ ഒത്തിരി ഫോഴ്സ് വേണം അതിനെ ഡിസ്പ്ലേസ് ആക്കാൻ വേണ്ടി. ഡിസ്പ്ലേസ്മെന്റ് കുറവാണെങ്കിൽ K എന്തായിരിക്കും? സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. അപ്പോ ഫോഴ്സ് കൂടും. ഇനി ഞാൻ പറയട്ടെ, ഈ ഒരു പേനയ്ക്കകത്ത ഒരു സ്പ്രിങ്, നമ്മുടെ ബൈക്കിലൊക്കെ ഇരിക്കുന്ന സ്പ്രിങ്, രണ്ടും രണ്ട് സ്റ്റിഫ്നെസ് അല്ലേ? അതായത് ഡിസ്പ്ലേസ്മെന്റ് കുറവാണെങ്കിൽ നമ്മുടെ ബൈക്കിൽ ഇരിക്കുന്ന സ്പ്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് കുറവാ, എക്സ് കുറവാ, അപ്പൊ സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. അപ്പൊ കൂടുതൽ ഫോഴ്സ് വേണം അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ പേന ഇരിക്കുന്ന എക്സ് ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാ, സ്റ്റിഫ്നെസ് കുറവായിരിക്കും. പേന ഇരിക്കുന്ന സ്പ്രിങ്ങിന് ഫോഴ്സ് കുറച്ചു മതി. മനസ്സിലായോ സ്റ്റിഫ്നെസ് എന്താണെന്ന്? അതാണ് സ്റ്റിഫ്നെസ്. ഓക്കെ അല്ലേ? സ്റ്റിഫ്നെസ്സും കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ സ്റ്റിഫ്നെസ് പല ഡിഫറെന്റ് സ്പ്രിംഗ് ഹാസ് ഡിഫറെന്റ് സ്റ്റിഫ്നെസ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് കുറവുള്ള തന്നെ കൂടുതൽ സ്റ്റിഫ്നെസ് ആയിരിക്കും. കൂടുതൽ ഫോഴ്സ് വേണം അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ. പേന ഇരിക്കുന്ന സ്പ്രിങ്ങിന് കുറച്ച് സ്റ്റിഫ്നെസ്സേ ഉള്ളൂ. സ്റ്റിഫ്നെസ് കുറവായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് കൂടുതലായിരിക്കും. അതിന് നമ്മളൊരു മാസ് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്താൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മെയിൻ പൊസിഷനിൽ നിന്ന് ഒത്തിരി ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ ഫോഴ്സ് എക്സ് മീറ്റർ. ഓക്കെ. അപ്പോൾ സമയം തീരാറായി. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ബാക്കി കേട്ടോ. ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ ഓൺ ഡാംഡ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ട് തരാം, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇന്നത്തെ അറ്റൻഡൻസ് കുറവാണ്. ഞാൻ ഇത് വീഡിയോ ഇട്ട് തരുന്നതുകൊണ്ട് നോട്ട്സ് എഴുതാമെന്ന് വിചാരിച്ച ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അറ്റൻഡൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.